ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അജേഷൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരാവശ്യത്തിന് വേണ്ടി പുറത്ത് പോയേക്കാണ്. ഇനി അജേഷൻ വരുമ്പോഴത്തേനും വൈകിട്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഉച്ചയായി. ഉച്ചയ്ക്ക് വിശപ്പടിച്ചു. അപ്പം പിന്നെ പുറത്ത് പോയി ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിലോട്ട് വന്ന് ഫുഡ് വാങ്ങിച്ചു കേട്ടോ. ബാംഗ്ലൂരിലെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂരിലെ ഫുഡ്. കാരണം ഇവിടെ നിന്ന് പഠിച്ചത് കൊണ്ടാവാം ഇവിടുത്തെ കഴിച്ച ഫുഡുകളുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് മറ്റെവിടെ നിന്നും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എല്ലാത്തരം ഫുഡും ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അതൊക്കെ എല്ലാം ഒന്നിനൊന്നിനും വെച്ചും എന്ന് പറയുന്ന കണക്ക് തന്നെ എല്ലാം നല്ല ടേസ്റ്റോടെയാണ് കേട്ടോ. ബാംഗ്ലൂർ എന്ന് പറയുമ്പം തന്നെ എൻ്റെ മനസ്സിൽ ഫുഡ് തന്നെയാണ് ആദ്യം വരുന്നത്. ആ ഒരു ടേസ്റ്റ് തന്നെ ഇപ്പോഴും ആ ഒരു ടേസ്റ്റ് ഓർക്കുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. അത് ബാംഗ്ലൂരിനെ പറ്റി പറയുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ബാംഗ്ലൂർ വന്നത് തന്നെ നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് പുറത്തിറങ്ങി കുഞ്ഞിക്ക് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അവൾക്ക് താണ്ട് ഈ പൊട്ടറ്റോയുടെ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ നേരെ റൂമിൽ കൊണ്ടുവന്നിരുന്ന് കഴിച്ചേട്ടോ. വൈകിട്ടായപ്പോഴത്തേനും പിന്നെ അയച്ചം വന്ന് കഴിഞ്ഞിട്ടും ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ഫുൾ കച്ചവടമാണ്. തുണിക്കച്ചവടം, ഇങ്ങനെയുള്ള ഫുഡ് എല്ലാം ഉണ്ട്. നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്ന് ഇറങ്ങി നടന്നാൽ മതി നമ്മുടെ സമയം പോകാൻ. ഭയങ്കര തിരക്കാണ് കേട്ടോ. വണ്ടികൾ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ പാവ് ബജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവ് ബജി ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കുഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സി യു. ടേക്ക് ബൈ. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സി യു.